നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ദില്ലി റെഡ് ഫോർട്ടിലുണ്ടായ ബോംബ് സ്ഫോടനം രാജ്യത്തെ നടുക്കിയ ഒരു ഭീകരാക്രമണമായിരുന്നു. സത്യത്തിൽ അത് ഭീകരർ പദ്ധതിയിട്ട ഒരാക്രമണമായിരുന്നില്ല. രാജ്യമൊട്ടാകെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൻ സ്ഫോടന പരമ്പര നടത്താനായിരുന്നു ഭീകരർ പദ്ധതിയിട്ടിരുന്നത്. അതിനായി അവർ ഗൂഢാലോചന നടത്തുകയും സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് സ്ഫോടനം നടത്താനുള്ള ഗൂഢാലോചന നടന്നു വരുമ്പോഴാണ് NIA ഈ ഭീകര സംഘത്തെ പിടികൂടുന്നത്. അപ്പോഴും ആ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ പിടികൂടാതെ പുറത്തുണ്ടായിരുന്നു. അയാളാണ് അവശേഷിക്കുന്ന സ്ഫോടക വസ്തുക്കളുമായി അല്ലെങ്കിൽ ആ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി സ്വയം ഈ റെഡ് ഫോർട്ടിന് അടുത്ത് വെച്ച് പൊട്ടിച്ചിതറിയത്. ഏതാണ്ട് 10-12ഓളം പേരാണ് അന്ന് ഈ കാർ ഓടിച്ച ഭീകരൻ ഉൾപ്പെടെ ഈ സ്ഫോടനത്തിൽ മരിച്ചത്. ഈ പിടികൂടിയ ഭീകരവാദികളിൽ നിന്നും കിലോ കണക്കിന്, ആയിരക്കണക്കിന് കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. ഈ സ്ഫോടക വസ്തുക്കളെല്ലാം ഇവർ തദ്ദേശീയമായി നിർമ്മിക്കുകയായിരുന്നു. തദ്ദേശീയമായി വൻതോതിൽ രാസവളങ്ങൾ വാങ്ങി അതിൽ നിന്നും കെമിക്കലുകൾ വേർതിരിച്ചിട്ട് എടുത്തിട്ടാണ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചത്. ഈ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടിച്ചെടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അത് കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സമയത്തും ഏതാണ്ട് 15ഓളം ആളുകൾ മരണപ്പെട്ടു. അതിലേറെയും പോലീസിൻ്റെയും ഫോറൻസിക്കിൻ്റെയും ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അങ്ങനെ രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാക്കിയ, രാജ്യത്തെ നടുക്കിയ ഒരു ഭീകരാക്രമണമായിരുന്നു ദില്ലിയിലും അതുപോലെ തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിലുമൊക്കെ നടന്നത്. ഇതിനെ വൈറ്റ് കോളർ ഭീകരാക്രമണം എന്നാണ് നമ്മൾ അന്ന് വിശേഷിപ്പിച്ചത്. കാരണം ഈ ഭീകര സംഘത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം ഡോക്ടർമാരാണ്. ദില്ലിയിലെയും ഹരിയാനയിലെയും ചില കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ ഭീകരാക്രമണ പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ചോർന്നു കിട്ടുകയും തുടർന്ന് ദില്ലി പോലീസിൻ്റെ പ്രത്യേക വിഭാഗം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ആയിരുന്നു. പിന്നീട് കേസ് NIAക്ക് വരുന്നു. NIA അന്വേഷണം അക്കാര്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദില്ലി റെഡ് ഫോർട്ട് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് മറ്റു ചില ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കാണ്. ഈ ഭീകര സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമായ ലഖ്നൗ ആയിരുന്നുവെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇവരുടെ ലക്ഷ്യമായിരുന്നുവെന്നുമൊക്കെ പുറത്തു വരുന്ന ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ വസതി, അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഈ വിധാൻസഭ റോഡിലുള്ള ഉത്തർപ്രദേശിൻ്റെ നിയമസഭ സെക്രട്ടേറിയറ്റ്, മുഖ്യമന്ത്രിയുടെ വസതി, ഗവർണറുടെ വസതിയായിട്ടുള്ള ലോക് ഭവൻ, ഇതെല്ലാം ഇവരുടെ ലക്ഷ്യങ്ങളായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഈ ഒരു ഭീകര സംഘത്തിലെ പ്രധാനികളായിട്ടുള്ള ദമ്പതികളാണ് ഡോക്ടർ മുസ്മിൽ ഷക്കീലും അതുപോലെ തന്നെ ഡോക്ടർ ഷഹീൻ സയ്യിദും. മുസ്മിൽ ഷക്കീലിൻ്റെ ഭാര്യയായിരുന്നു ഷഹീൻ സയ്യിദ്. സത്യത്തിൽ ഇവരുടെ ആദ്യത്തെ വിവാഹമായിരുന്നില്ല. ഇവർ നേരത്തെ തന്നെ വിവാഹിതരായിരുന്നു. ആ വിവാഹങ്ങളിൽ നിന്ന് വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം ഭീകരാക്രമണ പദ്ധതിയുടെ ഗൂഢാലോചന നടത്താൻ വേണ്ടി ഇവർ തമ്മിൽ വീണ്ടും വിവാഹം ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ഒരു കുടുംബം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ദമ്പതികൾ എന്ന നിലയിൽ രാജ്യത്തിൻ്റെ പല ഭാഗത്തും സന്ദർശനം നടത്തിയാൽ ആരും അക്കാര്യത്തിൽ വലിയ സംശയമൊന്നും ഉണ്ടാകില്ല. ആർക്കും ഇക്കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നതുകൊണ്ടാണ് ഇവർ ദമ്പതികളായി ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും സന്ദർശിക്കുകയും ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തുകയും ചെയ്തത്. അങ്ങനെ ഇവരുടെ ലഖ്നൌവിലേക്കുള്ള യാത്രകളുടെ തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ യാത്രകൾ നടത്തിയിട്ടുള്ളത് 2025 ഓഗസ്റ്റ് 25-നും 30-നും ഇടയ്ക്കാണ്. പലതവണ ഫരീദാബാദിൽ നിന്നും ലഖ്നൌവിലേക്ക് ഇവർ യാത്ര നടത്തി. ലഖ്നൌവിൽ എത്തുമ്പോഴെല്ലാം ഷഹീൻ സയ്യിദിൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. അവിടെ താമസിച്ചുകൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വീടിനെ ഒരു ഓപ്പറേഷണൽ ബേസ് ആക്കിക്കൊണ്ടാണ് ലഖ്നൌവിൽ വൻപൻ ഭീകരവാദി ആക്രമണങ്ങൾ ഇവർ പദ്ധതിയിട്ടത്. ഇതിൻ്റെ ഭാഗമായി ഇവരുടെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് ഇതിനാവശ്യമായ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നത് വളമാണ്. കർഷകർ ഉപയോഗിക്കുന്ന രാസവളത്തിൽ നിന്നും വിവിധ തരത്തിലുള്ള കെമിക്കലുകൾ വേർപെടുത്തി വലിയ സ്ഫോടന ശേഷിയുള്ള TATP എന്നറിയപ്പെടുന്ന, അതായത് മദർ ഓഫ് സാത്താൻ, സാത്താൻ്റെ മാതാവ് എന്നാണ് ലോകവ്യാപകമായി ഈ ഒരു സ്ഫോടക വസ്തുവിനെ അല്ലെങ്കിൽ സ്ഫോടക വസ്തു മിശ്രിതത്തെ
വിളിക്കുന്നത്. അങ്ങനെയുള്ള അതീവ ഗുരുതരമായ അല്ലെങ്കിൽ അതിതീവ്ര സ്ഫോടന ശേഷിയുള്ള TATP ഉണ്ടാക്കാനാണ് ഈ ഡോക്ടർ ദമ്പതികൾ ശ്രമിച്ചത്. അതിനുവേണ്ടി ലഖ്നൌവിലെത്തുകയും ലഖ്നൌവിലെ ഈ പറയുന്ന രാസവളങ്ങളും മറ്റും വിൽക്കുന്ന കെമിക്കൽ ഷോപ്പുകളുടെ ലിസ്റ്റ് എടുക്കുകയും ചെയ്തിരുന്നു. മൊബൈൽ ഫോണുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സെർച്ച് ചെയ്ത് ഇത്തരം കടകൾ കണ്ടുപിടിക്കുന്നത്. കടകളിൽ നിന്നും ഈ രാസവസ്തുക്കളുടെ ലഭ്യത അത് ഉറപ്പുവരുത്തുന്നതിനായി അവിടുത്തെ തദ്ദേശീയരായ ചില കർഷകരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഭീകര സംഘം എന്നാണ് പിന്നീട് NIAക്ക് തെളിവുകൾ ലഭിച്ചത്. ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാസവളം വിൽക്കുന്ന കടകളിൽ എത്രമാത്രം സ്റ്റോക്ക് ഉണ്ടെന്നും തങ്ങൾക്ക് ആവശ്യമായ രാസവളത്തിൽ നിന്നും എത്രമാത്രം ഒരു കടയിൽ നിന്ന് വാങ്ങാൻ കഴിയുമെന്നുമൊക്കെയുള്ള വിവരങ്ങൾ ഈ തീവ്രവാദി സംഘം ശേഖരിച്ചത്. അതിനുശേഷം ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്ന രാസവളങ്ങൾ ശേഖരിക്കുന്ന ഒരു പോയിന്റ് അവർ കണ്ടെത്തുന്നു. അവിടെ വെച്ച് ഈ ബോംബ് ആക്രമണം അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തു ഉണ്ടാക്കിയെടുത്ത് TATP ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കൃത്യമായ ലക്ഷ്യങ്ങളിൽ ഈ ബോംബ് സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ ദമ്പതികളുടെ ലക്ഷ്യം. അതിനായി ഇവർ രഹസ്യാന്വേഷണം നടത്താനും കൂടി ഈ യാത്രകളെ ഉപയോഗിച്ചു എന്ന് NIA ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ലഖ്നൗ. അവിടെ ധാരാളം തന്ത്രപ്രധാനമായ ഗവൺമെൻറ് കെട്ടിടങ്ങളുണ്ട്. ഇതിൽ ഉത്തർപ്രദേശ് നിയമസഭ, ലോക് ഭവൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, സെക്രട്ടേറിയറ്റ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇവിടങ്ങളിലൊക്കെ ഈ പറയുന്ന ഡോക്ടർ ദമ്പതികളായിട്ടുള്ള മുസ്മിൽ ഷക്കീലും ഷഹീൻ സയ്യിദും യാത്ര ചെയ്തിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ NIA അന്വേഷണ സംഘം പുറത്തുവിടുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം ആരായിരുന്നു? ഇത്തരത്തിൽ വളരെ തന്ത്രപ്രധാനമായ ഉത്തർപ്രദേശ് സർക്കാരുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ തകർക്കുക, കഴിയുമെങ്കിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പോലും വകവരുത്തുക എന്നതൊക്കെ ഈ ഡോക്ടർ ദമ്പതികളുടെ ലക്ഷ്യങ്ങളായിരിക്കാം എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. ഇങ്ങനെ യോഗി ആദിത്യനാഥിനെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉത്തർപ്രദേശ് മന്ത്രിമാർ, അതുപോലെ തന്നെ ഗവർണർ, ഇവരെയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്ഫോടനം നടത്താനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത്. നിരവധി പേരടങ്ങുന്ന സംഘത്തെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത്. 10-15 തീവ്രവാദികളെ ഈ വൈറ്റ് കോളർ ഭീകരവാദത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലഖ്നൌവിൽ മാത്രമല്ല, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ നടത്താൻ ഈ സംഘം പദ്ധതിയിട്ടിരുന്നു. ഭാഗ്യവശാൽ NIAക്ക് ഇതിൽ ഒരു സംഘത്തിനെ ഒക്ടോബർ 25, 2025 ഒക്ടോബർ മാസം പിടികൂടാൻ സാധിച്ചു. ഇങ്ങനെ പിടികൂടുകയും ആ പിടികൂടിയ സംഘത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇനിയും പലരും പുറത്തുണ്ട് എന്ന കാര്യം അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടറാണ് പുറത്തുണ്ടായിരുന്നത്. ആ ഡോക്ടർ ഭീകരനാണ് പിന്നീട് കാറിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയും റെഡ് ഫോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ റെഡ് ഫോർട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുകയും ചെയ്തത്. റെഡ് ഫോർട്ടിൽ ധാരാളം ടൂറിസ്റ്റുകൾ ഉണ്ടാകുമെന്നും അവിടെ വെച്ച് സ്ഫോടനം നടത്തിയാൽ വലിയ രീതിയിൽ ആൾക്കാരെ വധിക്കാൻ കഴിയുമെന്നുമൊക്കെ ആ ഭീകരൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അന്ന് തിങ്കളാഴ്ച ആയിരുന്നതിനാൽ റെഡ് ഫോർട്ടിന് അവധിയായിരുന്നു. അവിടെ സന്ദർശകരാരും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ദില്ലിയിലെ ചിരക്കേറിയ ഒരു ട്രാഫിക് സിഗ്നലിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയും സമീപ പ്രദേശങ്ങളിൽ ധാരാളം വാഹനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഭീകരൻ അവിടെ വെച്ച് ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിക്കുകയും വലിയ സ്ഫോടനമുണ്ടാവുകയും 10-15ഓളം ആളുകൾ, നിരപരാധികൾ അവിടെ മരിച്ചു വീഴുകയും ഒക്കെ ചെയ്തത്. ഈ ഒരു സ്ഫോടനം ഇങ്ങനെ ഒരു വലിയ ഭീകരാക്രമണ ശ്രമം പരാജയപ്പെട്ടതുകൊണ്ട് മാത്രം ഉണ്ടായതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സ്ഫോടനം നടത്താനല്ല ഈ വൈറ്റ് കോളർ സംഘം പദ്ധതിയിട്ടിരുന്നത്. ഈ പറഞ്ഞതുപോലെ ലഖ്നൌവിൽ അവർ പദ്ധതിയിട്ടിരുന്നത് പോലെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭീകരാക്രമണങ്ങൾ പദ്ധതിയിട്ടിരുന്നു. ആ ഭീകരാക്രമണങ്ങളാണ് NIAയുടെയും അതുപോലെ തന്നെ ദില്ലി പോലീസിൻ്റെയും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെയും ഒക്കെ ശ്രമഫലമായി പൊളിച്ചടുക്കിയത്. അതിനുശേഷമാണ് ഈ NIAയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നത്. ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന ലഖ്നൗ പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്.